ഇന്നത്തെ വേഗതയേറിയ ലോകത്ത് ആരോഗ്യകരമായ ഒരു ജീവിതശൈലി നിലനിർത്തുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ദീർഘവും ആരോഗ്യകരവുമായ ഒരു ജീവിതത്തിന് നല്ല ശീലങ്ങൾ സ്വീകരിക്കുകയും മുൻകാലങ്ങളിൽ അവ പിന്തുടരുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിനാൽ ദൈനംദിന ആയുർവേദ ദിനചര്യ വികസിപ്പിക്കേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം ഇത് ഒരാളുടെ ജീവിതത്തിൽ സന്തുലിതാവസ്ഥ സ്ഥാപിക്കാൻ ആയുർവേദത്തിൽ ദിനചര്യ എന്നൊരു പദമുണ്ട്. അത് 2 വാക്കുകളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. ദിന എന്നാൽ ദിവസം എന്നും ആചാര്യ എന്നാൽ പ്രവർത്തനം എന്നുമാണ് അർത്ഥം. ഒരു ദിനചര്യ നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല ആരോഗ്യം, ഊർജം, വ്യക്തമായ ചിന്ത എന്നിവ കൊണ്ടുവരുന്നു. എന്താണ് ദിനചര്യ? ആയുർവേദം അനുസരിച്ച് ദിനചര്യയിൽ അത് സ്വയം പരിചരണത്തിന് വഴിയൊരുക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് രോഗശാന്തി, വിഷമുക്തമാക്കൽ, പോഷണം എന്നിവയിലേക്ക് നയിക്കുന്നു. ആയുർവേദത്തിലെ ആരോഗ്യത്തിൻ്റെ 4 തൂണുകളിൽ ഒന്നാണ് ദിനചര്യ. നിദ്ര അഥവാ ഉറക്കം, പോഷകാഹാരം, യോഗ അഥവാ വ്യായാമം, ആനന്ദം എന്നിവയാണ് മറ്റുള്ളവ. ദിനചര്യ ഒരു വ്യക്തിയുടെ ഭരണഘടന സ്ഥാപിക്കാൻ സഹായിക്കുകയും ശരീരത്തിൻ്റെ ജൈവിക താളങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മിൽ തന്നെ ആഴത്തിലുള്ള ഒരു ബന്ധം സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. ആയുർവേദ ദിനചര്യയിൽ 2 ചക്രങ്ങളുണ്ട്. അവയെ 4 മണിക്കൂർ വാത, പിത്ത, കഫ എന്നീ ദോഷങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ആദ്യ ചക്രം സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ, അതായത് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ. അതിനെ തന്നെ രാവിലെ 6 മണി മുതൽ 10 മണി വരെ കഫസമയമായും, രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ പിത്തസമയമായും, ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ വാദസമയമായും ക്രമീകരിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ചക്രം എന്നത് സൂര്യാസ്തമയം മുതൽ സൂര്യോദയം വരെയുള്ളവയാണ്. അതായത് വൈകുന്നേരം 6 മണി മുതൽ രാവിലെ 6 മണി വരെ. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ കഫസമയമായും, രാത്രി 10 മണി മുതൽ പുലർച്ചെ 2 മണി വരെ പിത്തസമയമായും, പുലർച്ചെ 2 മണി മുതൽ രാവിലെ 6 മണി വരെ വാദസമയമായും ക്രമീകരിച്ചിരിക്കുന്നു. ഇനി ദിനചര്യയുടെ കീഴിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ബ്രഹ്മമുഹൂർത്തെ ഉത്തിഷ്ഠേത്, അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുക. രാത്രിയിലെ 14 മുഹൂർത്തങ്ങളെ ബ്രഹ്മമുഹൂർത്തം എന്ന് വിളിക്കുന്നു. സൂര്യോദയത്തിന് ഏകദേശം 96 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ 36 മിനിറ്റ് മുൻപ് ബ്രഹ്മമുഹൂർത്തം എന്ന് കണക്കാക്കുന്നു. ഈ സമയത്ത് വാതദോഷം പ്രബലമായിരിക്കും. പരിസ്ഥിതി ശാന്തവും ഓക്സിജനാൽ സമ്പുഷ്ടവുമായിരിക്കും. ഇത് നിങ്ങൾക്ക് ഉണരാൻ എളുപ്പമാക്കുന്നു. ഋതുക്കൾ അനുസരിച്ച് സൂര്യോദയ സമയം വ്യത്യാസപ്പെടുന്നു. പക്ഷേ ശരാശരി വാത ആളുകൾ രാവിലെ 6 മണിക്ക് മുൻപും, പിത്ത വ്യക്തികൾ രാവിലെ 5:30-നും, കഫ വ്യക്തികൾ പുലർച്ചെ 4:30-നും എഴുന്നേക്കാൻ ശുപാർശ ചെയ്യുന്നു. ഉണരുമ്പോൾ തന്നെ കുറച്ച് നിമിഷങ്ങൾ നിങ്ങളുടെ കൈപ്പത്തിയിലേക്ക് നോക്കുക. നന്ദിയോടെ ഒരു പ്രാർത്ഥന ചൊല്ലുക. അവ നിങ്ങളുടെ മുഖത്തും നെഞ്ചിലും അരക്കെട്ട് വരേക്കും പതുക്കെ ചലിപ്പിക്കുക. ഇത് ദിവസം ആരംഭിക്കുന്നതിന് മുൻപ് ഊർജത്തെ ഉണർത്തുകയും സൂക്ഷ്മ ശരീരത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. അടുത്തത്, ചൂടുവെള്ളം കുടിക്കുക. ദഹനനാളങ്ങളെയും അവയവങ്ങളെയും ഉണർത്താനും ശുദ്ധീകരിക്കാനും 1 ഗ്ലാസ് ചെറു ചൂടുള്ള വെള്ളത്തിൽ അല്പം നാരങ്ങ നീര് ചേർത്ത് കുടിക്കുക. ഇത് വൃക്കയിലെ ദോഷകരമായ വിഷവസ്തുക്കളെ പുറന്തള്ളുകയും റാഡിക്കലുകളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുന്നു. കൂടാതെ ദിവസം മുഴുവൻ ധാരാളം വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ ജലാംശം നിലനിർത്തുകയും തലച്ചോറിൻ്റെ മികച്ച പ്രവർത്തനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ആരോഗ്യകരമായ ജീവിതത്തിന് എല്ലാ ദിവസവും രാവിലെ ചെറു ചൂടുള്ള വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ല ദിനചര്യയാണ്. അടുത്തത്, ഇവാക്വേഷൻ ഓഫ് നാച്ചുറൽ വേസ്റ്റ്. ആയുർവേദം അനുസരിച്ച് ആരോഗ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്തംഭങ്ങളിൽ ഒന്നാണ് മലവിസർജനം. മലവിസർജനം ക്രമമായിരിക്കണം. അത് പതിവായി സംഭവിക്കുന്നില്ലെങ്കിൽ അത് മലബന്ധത്തിന് കാരണമാകും. മലവിസർജന പ്രക്രിയ മെച്ചപ്പെടുത്തുന്നതിന് ടോയ്ലറ്റിൽ ഇരിക്കുകയോ കുനിഞ്ഞിരിക്കുകയോ ചെയ്യുക. ഇത് മലാശയത്തെ നേരെയാക്കുന്നു. ആയാസപ്പെടുന്നതിൻ്റെ ആവശ്യകത കുറയ്ക്കുകയും മലബന്ധവും മറ്റു പ്രശ്നങ്ങളും തടയുകയും ചെയ്യുന്നു. ആധുനിക ടോയ്ലറ്റുകൾക്ക് മുൻപ് പരമ്പരാഗതമായ സ്ക്വാട്ടിംഗ് പതിവായിരുന്നു. കൂടുതൽ കാര്യക്ഷമവും സുഖകരമായ മലവിസർജനത്തിന് സ്ക്വാട്ടിംഗ് ഗുണകരമാണെന്ന് ചിലർ കണ്ടെത്തുന്നു. അടുത്തത്, ദന്തധാവന അഥവാ ക്ലീനിങ് ആൻഡ് ബ്രഷിംഗ്.
ഉറക്കമുണർന്നതിന് ശേഷം ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യമെന്നത് പല്ലു തേക്കുകയാണ്. വേപ്പ്, ബാബിൾ, ഖയർ, കരഞ്ച തുടങ്ങിയ ഔഷധ സസ്യങ്ങളുടെ സംയോജനം ഉപയോഗിച്ച് നിർമ്മിച്ച മൃദുവായ ബ്രഷ്, ടൂത്ത് പേസ്റ്റ് അല്ലെങ്കിൽ ടൂത്ത് പൗഡർ എന്നിവ ഉപയോഗിക്കാൻ ശുപാർശ ചെയ്യുന്നു. വേപ്പ് വടിയുള്ള പരമ്പരാഗത ഇന്ത്യൻ ടൂത്ത് ബ്രഷും ഉപയോഗിക്കാം. അടുത്തത് സ്ക്രാപ്പിംഗ് ഓഫ് ടങ്. ബ്രഷ് ചെയ്തു കഴിഞ്ഞാൽ നാക്ക് ചുരുണ്ടുന്നത് തുടരുക. 4 മുതൽ 14 തവണ ചുരണ്ടൽ നടത്തണം. ഇത് ആന്തരിക അവയവങ്ങളെ ഉത്തേജിപ്പിക്കുകയും ദഹനത്തെ സഹായിക്കുകയും മരിച്ച ബാക്ടീരിയകളെ നീക്കം ചെയ്യുന്നതിനും സഹായിക്കുന്നു. ആയുർവേദത്തിലെ ചില ഗ്രന്ഥങ്ങൾ അനുസരിച്ച് വാതത്തിന് സ്വർണം, പിത്തത്തിന് വെള്ളി, കഫത്തിന് ചെമ്പ് എന്നിവ കൊണ്ടുണ്ടാക്കിയ ഒരു ടങ് സ്ക്രാപ്പർ ഉപയോഗിച്ച് നാവ് പിന്നിൽ നിന്നും മുന്നോട്ടേക്ക് ചുരുണ്ടുന്നത് നല്ലതാണ് എന്ന് കാണിക്കുന്നു. അടുത്തത് ഗാർഗിളിംഗ് അഥവാ കവല, ഓയിൽ പുള്ളിംഗ് അഥവാ ഗണ്ടൂഷ. കവല അല്ലെങ്കിൽ ഗാർഗിളിംഗ് എന്നത് ദ്രാവകം വായിൽ പിടിച്ചു വെച്ച് വായ്ക്കുള്ളിലേക്ക് ചലിപ്പിച്ച ശേഷം തുപ്പുന്ന പ്രക്രിയയാണ്. ഇത് സാധാരണയായി ചില കഷായം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇത് ദഹനം മെച്ചപ്പെടുത്താനും വായിൽ അമിതമായ ഉമിനീർ സ്രവണം തടയുവാനും സഹായിക്കുന്നു. ഓയിൽ പുള്ളിംഗ് അഥവാ ഗണ്ടൂഷയിൽ കണ്ണുകളിൽ വെള്ളമൂറുന്നതുവരെ വായിൽ എണ്ണ ഒഴിക്കുന്നത് ഉൾപ്പെടുത്തുന്നു. ഈ രീതി വായിൽ നിന്നുള്ള വിഷാംശം കുറയ്ക്കുന്നതിനും മുഖപേശികളെ ശക്തിപ്പെടുത്തുന്നതിനും കവിൾ തടങ്ങൾ മങ്ങുന്നതിനും സഹായിക്കുന്നു. അതുപോലെ ദഹനം മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു. വായയുടെ പുതുമ നിലനിർത്താനും പല്ലുകൾ വെളുപ്പിക്കാനും സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. സ്നിഗ്ധ അല്ലെങ്കിൽ സ്നേഹഗണ്ടൂഷ, ശമനഗണ്ടൂഷ, ശോധനഗണ്ടൂഷ, രോപണഗണ്ടൂഷ എന്നിവയുൾപ്പെടെ വ്യത്യസ്ത തരം ഗണ്ടൂഷകളുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ ഗുണങ്ങളുമുണ്ട്. ബ്രഷ് ചെയ്യുക, ഗാർഗിൾ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾക്ക് ശേഷം മുഖത്തും കണ്ണിലും കുറച്ച് തണുത്ത വെള്ളം തളിക്കുക. ഇത് നിങ്ങളെ ഫ്രഷ് ആക്കുകയും കണ്ണുകൾ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ആയുർവേദം 2 തരത്തിലുള്ള കണ്ണ് എഴുതലുകളെ പരിചയപ്പെടുത്തുന്നു: സൗവീരാഞ്ജന, രസാഞ്ജന. സൗവീരാഞ്ജന ദിവസേനയുള്ള ഉപയോഗത്തിന് ശുപാർശ ചെയ്യുന്നു. ഇത് കണ്ണുകളുടെ മൊത്തത്തിലുള്ള ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുകയും കണ്ണുകളിൽ കത്തുന്ന സംവേദനം, ചൊറിച്ചിൽ, അമിതമായ കണ്ണുനീർ എന്നിവ ഫലപ്രദമായി തടയുകയും ചെയ്യും. അടുത്തത് നസ്യ. ഇത് വ്യക്തിയുടെ മനസ്സിലും ശ്വസന വ്യവസ്ഥയിലും ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നു. പഞ്ചകർമ്മ, ദിനചര്യ എന്നിവയുടെ ഭാഗമായി ഇത് ചെയ്യാൻ കഴിയും. മുഖത്തെ അകാല ചുളിവുകളും വരൾച്ചയും തടയുവാനും ഉറക്കം മെച്ചപ്പെടുത്തുവാനും സ്ട്രെസ് കുറയ്ക്കുവാനും. അടുത്തത് കർണപൂരണം അഥവാ ചെവിയിലേക്ക് എണ്ണയൊഴിക്കുന്നത്. ഈ രീതി ചെവികൾക്ക് ഈർപ്പം, ഊഷ്മളത, പോഷണം എന്നിവ നൽകുന്നതിലൂടെ മൊത്തത്തിലുള്ള ചെവി ആരോഗ്യത്തെ പിന്തുണയ്ക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. തണുപ്പ് മാസങ്ങളിലോ വാത സീസണിലോ യാത്രാ വേളകളിലോ ഇത് പ്രത്യേകിച്ചും ഗുണം ചെയ്യുമെന്ന് കണക്കാക്കുന്നു. ചൂടുള്ള എണ്ണ ഓരോ ഇയർ കനാലിലും സൗമ്യമായി മസാജ് ചെയ്യുന്നു. കൂടാതെ ദിവസേന 1 മുതൽ 2 തുള്ളി ചൂടുള്ള എണ്ണ ഉപയോഗിച്ച് ഈ രീതി ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ആഴ്ചയിൽ 5 മുതൽ 8 തുള്ളി ചൂടുള്ള എണ്ണ ചെവിയിൽ പുരട്ടാൻ ശുപാർശ ചെയ്യുന്നു. അടുത്തത് ഉദ്വർത്തനം അഥവാ പൊടി മസാജ്. ഈ ഡ്രൈ മസാജ് ചർമ്മത്തെ ഉത്തേജിപ്പിക്കുന്നത് വഴി ലിംഫാറ്റിക് ഡ്രെയിനേജ് ശരിയായി നടക്കാൻ സഹായിക്കുന്നു. ബ്ലഡ് സർക്കുലേഷനെ മെച്ചപ്പെടുത്തുന്നു. അടിഞ്ഞുകൂടിയ വിഷവസ്തുക്കളെ പുറത്തുവിടാൻ സഹായിക്കുന്നു. ഡ്രൈ മസാജ് ചെയ്യുന്നത് രോമത്തിന്റെ എതിർദിശയിൽ തിരക്കേറിയ ജീവിതശൈലി നയിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദിനചര്യയുടെ തത്വങ്ങൾ ഏറ്റവും പ്രസക്തമാണ്. ഈ അശ്രദ്ധ മൂലമാണ് മിക്ക ജീവിതശൈലി രോഗങ്ങളും ഉയർന്നു വരുന്നത്. തിരക്കേറിയ സമയക്രമങ്ങളിൽ പോലും ജീവിതശൈലിയിൽ ഉൾപ്പെടുത്തേണ്ട ചില ആരോഗ്യകരമായ ശീലങ്ങളാണ് ദിനചര്യ. രോഗപ്രതിരോധത്തിന് ആയുർവേദം കൂടുതൽ ഊന്നൽ നൽകുന്നു. അടുത്തത് പരിചയപ്പെടാൻ പോകുന്നത് ഹെർബൽ സ്മോക്ക് ഇൻഹലേഷൻ. മൂക്കിലൂടെ ഔഷധപ്പുക ശ്വസിക്കുന്നതിനെ ധൂമപാനം എന്ന് വിളിക്കുന്നു. ഔഷധപ്പുക മൂക്കിലൂടെ ശ്വസിക്കുകയും വായിലൂടെ പുറത്തുവിടുകയും മാത്രമേ ചെയ്യാവൂ. അല്ലാത്ത പക്ഷം ഇത് കണ്ണുകൾക്ക് കേടുവരുത്തും. ദിവസേനയുള്ള പരിശീലനം മുകളിലെ ക്ലാവിക്കുലാർ മേഖലയിലെ രോഗങ്ങളെ തടയുകയും അഥവാ അങ്ങനെ ഒരു രോഗം ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ തീവ്രത കുറയ്ക്കുവാനും സഹായിക്കുന്നു. ഇന്ദ്രിയങ്ങൾ, ശബ്ദം എന്നിവ ശക്തിപ്പെടുത്തുവാനും ഈ പരിശീലനം സഹായിക്കുന്നു. വാതക രൂപത്തിലുള്ള മരുന്ന് അതിൻ്റെ ജൈവ ലഭ്യതയെ വർദ്ധിപ്പിക്കുകയും വേഗത്തിലുള്ള ഫലങ്ങൾ നൽകുകയും ചെയ്യുന്നു. അടുത്തത് അഭ്യംഗം, അതായത് ശരീരത്തിലും തലയോട്ടിയിലും എണ്ണ പുരട്ടൽ. സീസൺ അനുസരിച്ച് ശരീരത്തിൽ പതിവായി എണ്ണ പുരട്ടുന്നത് ശരീരത്തെ ശക്തിപ്പെടുത്തുന്നു. തണുപ്പ് കാലത്ത് മസാജിനായി ഹോട്ട് പൊട്ടൻസി ഓയിലുകളും ചൂട് സീസണുകളിൽ കോൾഡ് പൊട്ടൻസി ഓയിലുകളും ഉപയോഗിക്കണം. ഈ കർമ്മം ടിഷ്യൂകളെ പുനരുജ്ജീവിപ്പിക്കുകയും ക്ഷീണം ഒഴിവാക്കുകയും ചർമ്മത്തിൻ്റെയും മുടിയുടെയും അകാല വാർദ്ധക്യം തടയുകയും ചെയ്യുന്നു.
എന്നാൽ അഭ്യംഗം ചെയ്യുമ്പോൾ തല, ചെവികൾ, പാദങ്ങൾ എന്നിവയ്ക്ക് ശരിയായ പരിചരണം നൽകണം. കാരണം ഇത് ഇന്ദ്രിയങ്ങളെ പോഷിപ്പിക്കുകയും ഉറക്കം മെച്ചപ്പെടുത്തുകയും ശരീരത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. എണ്ണ തേച്ചതിന് ശേഷം വ്യക്തിയുടെ ശക്തിക്കനുസരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വ്യായാമം പോലുള്ള ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം. അടുത്തത് വ്യായാമവും ധ്യാനവും. ഇത് ദൈനംദിന ക്ഷേമത്തിന് അത്യന്താപേക്ഷിതമാണ്. ധ്യാനം ലക്ഷ്യബോധമുള്ള ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ഐക്യം നൽകുകയും ചെയ്യുന്നു. പതിവ് വ്യായാമം ശരീരത്തെ സജീവമായി നിലനിർത്തുകയും മൊത്തത്തിലുള്ള ആരോഗ്യകരമായ ജീവിതശൈലിക്ക് സംഭാവന ചെയ്യുകയും ചെയ്യുന്നു. ഡെയിലി വ്യായാമം, ധ്യാനം എന്നിവ ചെയ്യുന്നത് വഴി ആരോഗ്യകരമായ സുരക്ഷ ഉറപ്പുവരുത്തുകയും സ്ട്രെസ് പോലുള്ള മാനസിക സംഘർഷങ്ങളെ ഒഴിവാക്കുകയും അതേപോലെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സായ കൊളസ്ട്രോൾ, പ്രമേഹം എന്നിവയെ ഒരു പരിധിവരെ മാറ്റി നിർത്തുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. ദിനചര്യ ശരിയായ രീതിയിൽ പിന്തുടർന്നാൽ വ്യക്തിയുടെ ശരീരഘടനയിൽ സന്തുലിതാവസ്ഥ സ്ഥാപിക്കാൻ സഹായിക്കുകയും അതുവഴി ജൈവ ഘടികാരത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. കൂടാതെ ദഹനം, ആഗിരണം, സ്വാശീകരണം എന്നിവ സഹായിക്കുകയും അച്ചടക്കം, സന്തോഷം, സമാധാനം, ദീർഘായുസ് എന്നിവ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അടുത്തത് സ്നാനം. കുളി ശരീരത്തിലെ വിയർപ്പ്, അഴുക്ക്, മറ്റു മാലിന്യങ്ങൾ എന്നിവയെ പുറന്തള്ളുന്നു. ഇത് ശരീരത്തിനും മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും വിശ്രമം നൽകുന്നു. ഇത് നിങ്ങളെ ഉന്മേഷഭരിതനാക്കുകയും ദഹനം മെച്ചപ്പെടുത്തുകയും ഉറക്കം അല്ലെങ്കിൽ ക്ഷീണം എന്നിവ കുറയ്ക്കുകയും ചെയ്യുന്നു. ആയുർവേദം അനുസരിച്ച് മിക്ക രോഗങ്ങളും ദഹനനാളത്തിലാണ് ആരംഭിക്കുന്നത്. പുതിയതും മുഴുവൻ ഭക്ഷണങ്ങളും അടങ്ങിയ സമീകൃത ആഹാരവും ആരോഗ്യകരവുമായ പ്രഭാത ഭക്ഷണം കഴിക്കുന്നത് ശുപാർശ ചെയ്യുന്നു. ദിനചര്യ സ്വീകരിക്കുന്നത് സ്വയം പരിചരണത്തിനായുള്ള സമർപ്പണത്തെ കാണിക്കുന്നു. ഇത് ജീവിതത്തിലെ വെല്ലുവിളികളെ കൈകാര്യം ചെയ്യുന്നത് എളുപ്പമാക്കുന്നു. കാര്യങ്ങൾ ലളിതമായി സൂക്ഷിക്കുന്നതിനും ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതും നമ്മുടെ ശരീരത്തിൻ്റെയും മാനസികവുമായ ക്ഷേമത്തിൽ നല്ല പോസിറ്റീവ് ഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.